പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 60-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥം ഓർത്തിടാതെ, പറകിലും ആ പരതത്വം എന്ന പോലി അറിവറിയുന്നവൻ അന്യമാകുവില. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇതിൻ്റെ പരമാർത്ഥം ഓർത്തിടാതെ, അന്വേഷിച്ചറിയാതെ, അറിവിനെ പോലും മമതയ്ക്കധീനമാക്കി, എൻ്റെ അറിവ് എന്ന തരത്തിൽ അറിവിനെ സ്വന്തമാക്കി ആളുകൾ പറയും. പറകിലും, അങ്ങനെ പറഞ്ഞാലും, ആ പരതത്വം എന്നപോൽ, ആ പരമതത്വം അറിയുന്നവൻ അത് തന്നെയായിരിക്കുന്നത് പോലെ ഈ അറിവ് എൻ്റെ അറിവെന്ന തരത്തിൽ കരുതി പോരുന്ന അറിവ് ഇതറിയുന്നവന് അവനിൽ നിന്നും അന്യമായിരിക്കുന്നില്ല. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഇതിൻ്റെ പരമാർത്ഥം അന്വേഷിച്ചറിയാതെ, അറിവിനെ പോലും എൻ്റെ അറിവെന്ന തരത്തിൽ അറിവിനെ സ്വന്തമാക്കി ആളുകൾ പറയും. അങ്ങനെ പറഞ്ഞാലും ആ പരമതത്വം അറിയുന്നവൻ അത് തന്നെയായിരിക്കുന്നത് പോലെ എൻ്റെ അറിവ് എന്ന തരത്തിൽ കരുതി പോരുന്ന അറിവ് ഇതറിയുന്നവന് അവനിൽ നിന്നും അന്യമായിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. ഇതെൻ്റെ ഭൂമി, അത് നിന്റെ ഭൂമി. ഇതെൻ്റെ പണം, അത് നിന്റെ പണം എന്ന് ഓരോരുത്തരും പറയുന്നത് പോലെ അജ്ഞാനിയായ മനുഷ്യൻ എൻ്റെ അറിവെന്ന് വ്യവഹരിക്കാറുണ്ട്. പരമാർത്ഥത്തിൽ ഞാൻ അറിവ് തന്നെയാണ്. അറിവ് എൻ്റേതല്ല. വലിയൊരർത്ഥത്തിൽ ഞാൻ പോലും അറിവിൻ്റേത് തന്നെയാണ്. ഞാനും അറിവും രണ്ടല്ല. പക്ഷേ എൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ അറിവ് എന്നിൽ നിന്നും ബാഹ്യമായ എന്തോ ഒന്നാണെന്ന് നാം കരുതും. അതുകൊണ്ട് അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി മനുഷ്യൻ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. പണമുണ്ടാക്കാൻ എങ്ങനെയാണോ മനുഷ്യൻ പ്രയത്നിക്കുന്നത്, അതുപോലെ തന്നെ അറിയുന്നവനും അറിവും ഒന്നായിത്തീരുന്ന അഖണ്ഡാനുഭൂതിയിൽ മാത്രമേ നിർവൃതി ഉണ്ടാവുന്നുള്ളൂ. പരമാത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുണ്ട്. അറിയുന്നവൻ പരമാത്മാവാണ്. ഇത് പക്ഷേ ആരും ഓർക്കാറില്ല. അതുപോലെ എൻ്റെ അറിവ് എന്ന് പറയുമ്പോൾ അറിവ് എന്നിൽ നിന്നും അന്യമായി പോകും. ആ തോന്നൽ ഒരു വലിയ ശൂന്യതയെ സൃഷ്ടിക്കും, അപകർഷതാബോധത്തെ സൃഷ്ടിക്കും. ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന കൃതിയിൽ പറയുന്നത്, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ പാടില്ല. എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റേത് ആകുന്നു. ദൈവം എൻ്റേതല്ല, ഞാൻ ദൈവത്തിൻ്റേതാകുന്നു. ആ ഒരഹന്ത നമ്മളിൽ നിന്നും പോകണം. ദൈവത്തെ സ്വന്തമാക്കുന്ന നാം ദൈവത്തെക്കാൾ മുന്തിയവനാണെന്ന പ്രത്യക്ഷമല്ലാത്ത ഒരു അഹങ്കാരമുണ്ട്. നമ്മുടെ മതങ്ങളും തത്വചിന്തകളും ഈ ദൂഷിത വലയത്തിൽ നിന്നും ഉണ്ടായ ജാരസന്തതികളാണ്. അറിവിന് നമ്മെ വിട്ടുകൊടുക്കണം. ദൈവത്തിന് നമ്മെ സമർപ്പിക്കണം. അപ്പോൾ എന്തവശേഷിക്കുന്നുവോ അതാണ് ആത്യന്തികമായ അനുഭവം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 60-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.